ആരാധകർക്കെല്ലാം വളരെയധികം സന്തോഷം നൽകിക്കൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനായി ഫെഡറിന്റെ സൈനിങ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നത്. അതിനുശേഷം ആരാധകരുടെ പ്രധാന സംശയമാണ് ഫെഡർ ഇനി എന്നാകും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുക എന്നത്. പലരും കരുതുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഫെഡറിന്റെ അരങ്ങേറ്റം സൂപ്പർ കപ്പിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നുവെങ്കിലും പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ISLൽ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് 10ഓളം മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആ മത്സരത്തിന്റെ പിക്ചറുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഫെബ്രുവരി ആദ്യ വാരം മുതലാകും മത്സരങ്ങൾ പുനരാരംഭിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഫെഡർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡുമായി ജോയിൻ ചെയ്യുക സൂപ്പർ കപ്പിന് ശേഷമാകും. ഇതിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം ഇനി സൂപ്പർ കപ്പിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ISL തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി സെറ്റ് ആവാൻ സാധിക്കുകയില്ല. എന്തായാലും ISLലെ അടുത്ത സെക്കൻഡ് ഹാഫിലെ രണ്ടാമത്തെ മത്സരം മുതൽ അദ്ദേഹം അവൈലബിൾ ആകും, കളിക്കാൻ യോഗ്യനായി തുടങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും താരത്തെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം വളരെ മികച്ച അഭിപ്രായമാണ്. കറന്റ് ലിത്വാനിയൻ ഇന്റർനാഷണൽ ടീമിന്റെ ക്യാപ്റ്റനാണ്. മാത്രമല്ല യൂറോ കപ്പിന്റെ യോഗ്യതാ റൗണ്ടിലെ ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ച താരവുമാണ് ഫെഡർ.